ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പവിത്രം സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് പോയാലോ? നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു നിർത്തിയത് ഏത് രംഗമാണ്? നമ്മുടെ നന്ദിനി എല്ലാവരും മുന്നിൽ വെച്ച് അച്ഛൻ്റെ മാഷിൻ്റെ കൂടെയും അമ്മയുടെ കൂടെ എല്ലാവരും കൂടെ അങ്ങോട്ട് തട്ടി കയറിക്കൊണ്ട് നിൽക്കുന്നു. ഞങ്ങളും കൂടെ വഴിയാധാരമായിട്ടൊക്കെ ഇറങ്ങേണ്ടി വന്നില്ലേ, വീട് ജപ്തിയായില്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ. എൻ്റെ ലാസ്റ്റ് പറഞ്ഞു നിർത്തുന്നത്, സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്നാണെങ്കിലും പൂത്ത കാശുണ്ടല്ലോ അവരുടെ കയ്യിൽ, അവരെ നിന്നാണെങ്കിലും കുറച്ച് കാശ് മേടിച്ച് നിങ്ങൾക്ക് ഈ ബാങ്കിലെ കടങ്ങൾ വീട്ടാൻ പറ്റില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അഭിമാനം എന്നിങ്ങനെ പറയണത് മാഷ സങ്കടവും ദേഷ്യവും എല്ലാം ഉള്ളിലൊതുക്കി മാക്സിമം പിടിച്ചു നിൽക്കുകയാണ്. കമല അവിടെ പൊട്ടിക്കരയണു, മറ്റേ നമ്മുടെ ശ്രീജയും കരയണു, വിനായകൻ അവിടെ നിൽപ്പുണ്ട്. നിർത്തുന്നൊക്കെ നന്ദിനിയുടെ അടുത്ത് പറയണ്ട, പക്ഷെ എങ്കിലും അവളിങ്ങനെ വാതോരാണ്ട് ഇങ്ങനെ പറയണം. അവസാനം മാഷ് ഒരു ഒറ്റ വെച്ചിരിക്കല്, വാ അടക്കടി എന്ന് പറഞ്ഞു. ഞാൻ അധ്വാനിച്ച്, ഞാൻ കഷ്ടപ്പെട്ട്, ഞാൻ ഉണ്ടാക്കി എൻ്റെ വിയർപ്പാടിയത്. ഞാൻ ഈ വീട് വിൽക്കുകയോ അല്ലെങ്കിൽ പൊളിച്ചടുക്കുകയോ അല്ലെങ്കിൽ കത്തിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും. അത് ചോദിക്കാൻ എൻ്റെ മക്കളെ ഒരച്ചിമാരും വരണ്ടെന്ന് പറഞ്ഞിട്ട് ഭാഷ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്ന രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ തുടക്കം. എൻ്റെ ഭാഷ നന്നായിട്ട് അവളടുത്ത് ഷൗട്ട് ചെയ്യുന്നുണ്ട്, നീ അതിനെക്കുറിച്ച് നീ സംസാരിക്കേണ്ട കാര്യമില്ല, ഞാൻ വിൽക്കുകയോ കത്തിക്കുകയോ പൊളിക്കുകയോ ഇടിച്ച് നിരത്തിയോ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യൂ എന്നുള്ള മട്ടിൽ ഭാഷ പറയുന്നുണ്ട്. പക്ഷേ ആ സമയം നന്ദിനി അങ്ങ് ഷോക്കഡായിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കണം. പക്ഷേ അവൾക്കതൊന്നും വലിയ വിഷയമുള്ള കേസൊന്നും അല്ല കേട്ടോ. എന്നിട്ട് പറയും കയറി പോടാന്ന് പറയുമ്പോഴത്തേക്ക് ഈ വിനായകൻ അപ്പം തന്നെ നന്ദിനി കയറി വാടിയെന്നും പറഞ്ഞിട്ട് അവളെയും കൂടെ വിളിച്ചിട്ടു. അപ്പം നമ്മുടെ ശ്രീജയും പോവാണ്. പിന്നെ ആ അച്ഛൻ്റെയും അമ്മയുടെയും ഹൃദയം പൊട്ടി, അല്ലെങ്കിൽ അവർ മാനസികമായിട്ട് അങ്ങ് തളർന്നു പോകണം. നമ്മൾ ഇത്രയും നാൾ നമ്മൾ അധ്വാനിച്ച് നമ്മളുണ്ടാക്കിയ, നമ്മൾ കഷ്ടപ്പെട്ടെടുത്ത ആ ഒരു വീട് ജപ്തി ചെയ്ത് പോവാന്ന് പറയുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല അല്ലേ. കമലാണെങ്കിലും ഹൃദയം പൊട്ടി ആ അമ്മ അവിടെ കരയാണ്. അതോടൊപ്പം തന്നെ മാഷും ചങ്ക് പൊട്ടി ആ തൂണിൽ ആ ഒട്ടിച്ചിരിക്കുന്ന ഇത് നോക്കിയിട്ട്, ബാങ്കുകാർ കൊണ്ട് ഒട്ടിച്ച ആ ഇത് നോക്കിയിട്ട് അയാളും പൊട്ടി തകർന്നിരുന്ന് കരയാണ്. എന്നിട്ട് കമലയെ ചേർത്ത് പിടിക്കും. കമലയെ ചേർത്ത് പിടിച്ചിട്ട് അദ്ദേഹം പറയും, മാഷി പറയും, കമലയെ ഒരിക്കലും ഞാൻ നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാൻ ഞാൻ നിന്നെ വിടില്ല. ഒരു ചായ്പാണെങ്കിൽ അല്ലെങ്കിൽ ഒരു റൂമാണെങ്കിലും മതി, എൻ്റെ പെൻഷനും ആരുടെയെങ്കിലും പറമ്പിൽ പോയി ജീവിക്കാനുള്ള ഒരു പണി ചെയ്ത് ജീവിക്കാനുള്ള ഇത് ഞാൻ നിനക്ക് തരും. നീ അതോർത്ത് സങ്കടപ്പെടേണ്ട, ആരും മുന്നിൽ ഞാൻ കൈനീട്ടാൻ നിന്നെ വിടില്ല എന്ന് പറഞ്ഞിട്ട് മാഷും കമലയും ഒരുമിച്ച് അവർ ആ സങ്കടം, നമ്മളത് ഭയങ്കര ഇമോഷനായിട്ടുള്ളൊരു സീനായിട്ടോ. ഹൃദയം പൊട്ടിയുള്ള അച്ഛൻ്റെ അമ്മയുടെ ഒരു സിറ്റുവേഷനാണത്. എന്നിട്ട് അയാൾ പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിക്കുന്ന ഒരു രംഗമാണ് ഇതിൽ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത്, നമ്മൾ വേദയും വിക്രമും കൂടെ കാട്ടിലൂടെ അവരെ പേടിച്ച് അവരെ കണ്ണിപ്പെട്ടില്ല, ഗുണ്ടകളെ പേടിച്ച് ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു അമ്പലം പോലെയുള്ള ഒരു മരവും ഒരു ചെറിയ പ്രതിഷ്ഠ പോലെയൊക്കെ കാണുകയാണ്. അപ്പോൾ വേദ പറയും, വിക്രം നോക്കൂ, ഇവിടെ ഒരു അമ്പലമുണ്ട്, എന്നിട്ട് അടുത്തോട്ട് വരുമ്പോൾ അവിടെ ഒരു പ്രതിഷ്ഠയും കൂടെ കാണുന്നു. അപ്പോൾ വേദ പറയുന്നില്ല, അപ്പോൾ ഇവിടെ എന്തായാലും ആൾക്കാർ വന്ന് പോണ സ്ഥലമാണ്, ഇത് ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട്, പൂക്കളും മറ്റുമൊക്കെ പൂജ നടത്തേണ്ട കാണുന്നുണ്ട്. അതുപോലെ അപ്പം വിക്രം പറയും, ഈ കാണുന്ന ഒരു വഴി പോലെയുള്ള സ്ഥലം അത് ചിലപ്പോൾ ഈ ആദിവാസികളുടെ ഒരു ഇതാണ്, അവർ വല്ലതും വന്ന് പോണതാണോ, എന്താണെങ്കിലും സാരമില്ല, നമുക്ക് അതുവഴി പോയാലും നമുക്ക് റോഡിലെത്തി നമുക്ക് ചിലപ്പോൾ എത്തിപ്പറ്റാൻ പറ്റുമെന്ന് വേദ പറയുന്നുണ്ട്. എന്നാൽ വാ നമുക്ക് അതിലേ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം വേദനെ പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുമ്പോൾ വേദം പറയും, നിൽക്ക്, ഈ വഴി കാട്ടി തന്നത് നമുക്ക് എന്തായാലും ഈ പ്രതിഷ്ഠയില്ലേ, നമുക്കപ്പോൾ അത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോവാം. നിനക്ക് എന്നെ പറ്റി പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം, അതിനൊന്നും എനിക്ക് പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഇരുന്നിച്ചിട്ട് നേരം പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളൂ. വിക്രം പോയി കുറച്ച് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്നു. അവരാദ്യം കുറച്ച് ദേഷ്യം വരിക, ഞാൻ അടിച്ച് ചെകിട് പൊട്ടിക്കും, നീ എന്തൊക്കെ ഈ പറയണേ, നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് വിക്രമിനെ ഉന്തി തള്ളി പൂ പറിച്ചിട്ട് പോവാ. ഇവിടുത്തെ ഏറ്റവും മെയിൻ വഴിപാട് കണ്ടിട്ട് പൂക്കളുടെ വഴിപാടാണെന്ന് തോന്നുന്നു, പോയി ഒന്ന് പറിച്ചിട്ടു, അപ്പോഴേക്ക് ഞാനൊന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് നമ്മുടെ വേദ പറയുന്നുണ്ട്. അവസാനം ഭ്രാന്ത് പിടിച്ചിട്ട് വിക്രം പൂ പറിക്കാൻ വേണ്ടി ഇങ്ങനെ തിരിയണതും വേദ ശരിയെന്നാൽ പോയിട്ട് വന്ന് പറഞ്ഞ് ഇരിക്കാനായിട്ട് പറഞ്ഞത് ഒരു പാമ്പ് പോകും. ഇത് കണ്ടുള്ള ഒറ്റ പേടിക്കില്ല, വിക്രമൊന്നും പറഞ്ഞിട്ട് ഒരൊറ്റ അവൻ്റെ മേത്തോട്ട് ഇങ്ങനെ ചാടി ഇങ്ങനെ വീഴുന്ന രംഗമാണ്. എന്നിട്ട് പിന്നെ കുറേ നേരം രണ്ടുപേരും അവിടെ ഇങ്ങനെ ഒരുമിച്ച് നിന്ന് അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കുറച്ച് സോങ്സൊക്കെ ആയിട്ട് കുറച്ച് നേരം നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് കണ്ട് പേടിച്ചപ്പോൾ വിക്രം ചോദിക്കും, ഇനി ഞാൻ പൂ പറിക്കാൻ പോകണോ, വേണ്ട, എന്നാൽ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ നിൽക്കണതും വേദയുടെ തൊട്ട് പുറകിൽ തന്നെ നമ്മുടെ ഗുണ്ടകളെല്ലാം എത്തിച്ചേരുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത്, പെട്ടെന്ന് തന്നെ വിക്രം ഇവളുടെ അടുത്ത് പറയും, നീ അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് വിക്രം പെട്ടെന്ന് തന്നെ വേദന മാറ്റി നിർത്തിയിട്ട് വിക്രം ഒരു താഴെ കിടന്ന വടി എടുത്തുകൊണ്ട് നേരെ കുറച്ച് മാറി അങ്ങോട്ട് പോകും. അപ്പോൾ ഇവന്മാർ നേരെ വിക്രമിൻ്റെ പുറകെ പോവാണ്. അവസാനം ഈ മൂന്ന് ഗുണ്ടകളും കൂടെ ഒരുമിച്ച് വിക്രമിനെ ആക്രമിക്കാൻ വരും.
അവരേൽ വലിയ ഈ അരിവാൾ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വടി അതൊക്കെ ഉണ്ട്. പക്ഷെ അവനും ഇവരെ നേരിടും, അവൻ വിക്രമും നേരിട്ടിട്ട് അതിൽ ഒരു ഗുണ്ടയുടെ കൈക്ക് വാളിൻ്റെ ഒരു പരിക്ക് വിക്രമിൻ്റെ കയ്യിൽ നിന്ന് പറ്റുകയും അവസാനം ആകുമ്പോൾ 3 പേരും കൂടെ തള്ളി അങ്ങോട്ട് വിക്രം നീക്കുകയും പിന്നെ വിക്രം അവിടെ നിന്ന് ഇവന്മാരെ കണ്ണുവെട്ടിച്ച് വീണ്ടും പോകുന്ന രംഗമാണ്. പക്ഷേ ഈ സമയത്ത് വേദ നോക്കുമ്പോൾ വിക്രമിനെ കാണാനില്ല. ഇനി വിക്രമിന് എന്തെങ്കിലും പറ്റിക്കാണോ, അതോ ഗുണ്ടകൾ അവനെ പിടിച്ചുകൊണ്ട് പോയോ, അവൾ ആകെ ടെൻഷനായി പോവാണ്. ആ രംഗമാണ് പിന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ നേരെ കാണിക്കുന്ന അടുത്ത രംഗം എന്ന് പറയുന്നത് നമ്മുടെ മാഷിൻ്റെ വീടാണ്. അവിടെ നമ്മുടെ നന്ദിനിയും വിനായകനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ്. അപ്പോൾ അതിൽ പിന്നെ നന്ദിനി ഓടി വന്നിട്ട് പറയുന്നുണ്ട്, വിനായകേട്ടൊന്ന് വേഗം ഒരു 5 മിനിറ്റത്തേക്ക് ഒന്ന് പുറത്തോട്ട് വാ, എന്താടി കാര്യം, ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിനായകൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ പറയും ഒരു 5 മിനിറ്റ് ഇതേ പറയാം, വേദയുടെ വീട്ടിൽ നിന്ന് വർഷയും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നീ എന്തിനാ ഈ സമയത്ത് വരാൻ പറഞ്ഞത്, അച്ഛനൊക്കെ ആകെ ഇതായിരിക്കും, തളർന്നിരിക്കുന്ന സമയത്ത് വേണം, അങ്ങേർക്ക് എന്താ അഹങ്കാരം, അങ്ങേര് കടലിൽ അളന്ന് ഒഴുക്കി കളയുമെന്ന്, അങ്ങനെയുള്ള ഈ അഹങ്കാരം പിടിച്ച് അങ്ങേർക്ക് അവരെ വായന്ന് 2 കൊടുക്കാൻ തന്നെ പറഞ്ഞ് ഞാൻ വർഷയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവരിത് ഇവിടെ എത്തി, വേഗം വാന്ന് പറയും. എന്നാൽ ഈ സമയത്ത് വേണ്ടായിരുന്നു എന്ന് വിനായകൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും കാറിൻ്റെ ഒരു ഹോൺ കേൾക്കുകയാണ്. അങ്ങനെ നന്ദിനിയും വിനായകനൊക്കെ ചെല്ലുമ്പോഴത്തേക്കും മാഷും വരും. അപ്പോൾ ഉമ്മറത്തേക്ക് നോക്കുമ്പോൾ വർഷ കാറിൽ വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ വർഷ വന്നിട്ട് ചോദിക്കും, അപ്പോൾ വർഷേനെ ആദ്യം കാണുന്നത് നമ്മുടെ മാഷാണ്. അപ്പോൾ മാഷ് പറയും, അകത്തേക്ക് കയറിയിരിക്കുമോ, ഞാനിപ്പോൾ തന്നെ വരാം, പുറത്ത് പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറയാം. എന്നിട്ട് കമലയെന്ന് വിളിക്കും. അപ്പോൾ കമല വരും. അപ്പം വർഷ ചോദിക്കും, വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ ആദിത്യ മര്യാദ കാണിക്കേണ്ടത്, കഴിഞ്ഞ പ്രാവശ്യം ശ്രീകാന്തേട്ടന് ഞാനും വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെയല്ലല്ലോ ആദിത്യ മര്യാദ കാണിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച ആളാണല്ലോ എന്ന് വർഷ പറയും. അപ്പോൾ എന്നിട്ട് പിന്നെ വർഷ സംസാരിക്കുന്നത് വേദ എവിടെയെന്നാണ് ചോദിക്കുന്നത്. വിക്രം വേദേനെ എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ പറയും, ഇതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല, വീട്ടിൽ നിന്ന് അമ്മയും മുത്തശ്ശിയും വന്നപ്പോൾ ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന കമലയും നമ്മുടെ മാഷും വർഷയോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നിട്ട് വർഷ പറയണം, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, വിക്രം എന്തായാലും കോടതിയിൽ നിന്ന് നേരെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ മാഷ് പറയും, വേദ നേരെ കോടതിയിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലാണല്ലോ വന്നത്, അപ്പോൾ എവിടെ പോയെന്നുള്ളത് നിങ്ങളാണല്ലോ പറയേണ്ടത്. ഓക്കെ, അതിനുള്ള മറുപടി ഞങ്ങൾ പോലീസിനോട് പറഞ്ഞോളാം, എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഞങ്ങൾ കേസ് കൊടുക്കാൻ പോകണമെന്ന് തന്നെ പറയും. അപ്പോൾ മാഷ് പറയും, എന്താ നിങ്ങൾ കേസ് കൊടുക്കുമ്പോൾ ഇവിടെ ഉള്ള ഓരോരുത്തരെയും കൂടെ കൂട്ടുപ്രതിയാക്കി കൊടുത്തോളാൻ പറയും. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെയും മാഷ് അവരും കുടുംബം മൊത്തം മാഷും കമലയും അവരും എല്ലാവരും ആകെ വീടിൻ്റെ ജപ്തി നടപടിയെ തുടർന്ന് തകർന്നിരിക്കുന്ന അവസരത്തിലാണ് വർഷയുടെ ഈ വരക്ക്. അപ്പം മാഷ് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ കേസ് കൊടുത്തോളൂ, കേസ് കൊടുക്കുമ്പോഴത്തേക്ക് ഞങ്ങളെയും കൂടെ ചേർത്ത് കൊടുത്തോളൂ, ഞങ്ങളും അപ്പം മറുപടി പറഞ്ഞോളാം എന്ന് പറയും. അപ്പോൾ എന്തായാലും ശരി ആയിക്കോട്ടെ, ഞാൻ കേസ് കൊടുക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം മാഷ് ചോദിക്കും, ഒരു കാര്യം ചോദിച്ചൂടെ, ഇത് അവിടുത്തെ നിങ്ങളുടെ അച്ഛൻ, അതായത് വേദയുടെ അച്ഛൻ അറിഞ്ഞിട്ട് തന്നെയാണോ വന്നേക്കണേന്നുള്ള രീതിയിൽ അച്ഛൻ ചോദിക്കുക. അപ്പോൾ അവൾ പറയും, എന്തായാലും ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ രീതി ചെയ്തോളൂ, ഈ മാൻ മിസ്സിങ് കേസിനെതിരെ ഞങ്ങൾ എന്തായാലും കേസിന് മുന്നോട്ട് പോവുകയാണെന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വർഷം അവിടെ നിന്ന് പോകുന്ന രംഗമാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് കാടാണ്. കാട്ടിൽ വിക്രം ഗുണ്ടകളുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് പിന്നെ വേദയും വിക്രമും 2 സ്ഥലത്തായിപ്പോയി. അപ്പോൾ വേദ വിക്രമിനെ തേടി നടക്കണം, വിക്രം എന്ന് പറഞ്ഞ് വിളിച്ച് നടക്കണം. നമുക്ക് ആകെ പേടിയായിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ ഇനി ഗുണ്ടകളെങ്ങാനും വിക്രമിനെ പിടിച്ചുകൊണ്ട് പോയോ, അത് എന്തെങ്കിലും പറ്റിയോ ഒന്നും അറിയില്ല. അവൾ ആകെ ശരിക്കും പേടിച്ചു. ഇത്രയും കാട്ടിൽ വന്നതിൽ അവൾ ഏറ്റവും കൂടുതൽ പേടിച്ച ഒരു സിറ്റുവേഷനാണ് ആ വന്ന സിറ്റുവേഷൻ. അവൾ ആകെ ഭയന്നു പോയി. അങ്ങനെ അവൾ ഇങ്ങനെ ഒരു വടിയുമായിട്ട് കാടിന് ചുറ്റും ഇങ്ങനെ വിക്രം എന്ന് വിളിച്ച് നടക്കുന്ന ഇടയിൽ ഒരു കടുവയുടെ പുറത്ത് ഒരു ഒച്ചൂര്. അവൾ പെട്ടെന്ന് ഷോക്കഡായിട്ട് ഞെട്ടി തിരിയണത് വിക്രം പുറകിലുണ്ട്. അവൾക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല. പെട്ടെന്ന് വിഷമം കൊണ്ടാണോ എന്താണെന്നറിയില്ല, പെട്ടെന്ന് ആൾ പേടിച്ച് അവനെ കണ്ടതിൻ്റെ സന്തോഷവും ആ പേടിച്ചതിൻ്റെ എല്ലാം കൂടെ പെട്ടെന്ന് അങ്ങോട്ട് അവളെ വന്നിട്ട് നേരെ ഓടിച്ചെന്ന് അവനെ 2 തല്ലും അടി എൻ്റെ തല്ലല്ലേ എന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. എന്നിട്ട് ഇടിയൊക്കെ കൊടുത്തിട്ട് പിന്നെ കെട്ടിപ്പിടിച്ച് 2 പേരും നിൽക്കുകയും നല്ലൊരു സോങ് അവിടെ അങ്ങോട്ട് വരെയാണ്. അത് കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ മാഷിനെയാണ്. മാഷിന് ഇതെന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയാണ്ട് അദ്ദേഹം ചെന്നിട്ട് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് നേരെ ഒരു കടൽ തീരത്ത് പോയി കുറേ നേരം ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള പല കാഴ്ചകളും കണ്ട് അദ്ദേഹം പല പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് ആ മനസ്സിൻ്റെ ഒരു ഭാരം ഒന്ന് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇനി ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള ഒരു സിറ്റുവേഷൻ മാഷ് ഒരിക്കലും ചെയ്യില്ല. കുടുംബം നഷ്ടപ്പെട്ടാലും ശരി, മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടില്ല എന്ന ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. ഒരു വശത്ത് മകനെയും മരുമോളെയും കാണാതായതിൻ്റെ ദുഃഖം, മറുവശത്ത് തൻ്റെ വീട് ജപ്തിയായി പോണതിൻ്റെ സങ്കടം, ഇതെല്ലാം കൂടെ ഇമോഷൻ ഓർത്ത് അദ്ദേഹം ഒറ്റപ്പെട്ട് ആ കടൽ തീരത്ത് ഇങ്ങനെ ഇരിക്കുന്ന, ഹൃദയം തകർന്ന് ചങ്ക് പൊട്ടിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ലാസ്റ്റായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇനി വരും ദിവസം
ദിവസങ്ങളിൽ നമ്മുടെ പവിത്രം സീരിയൽ ഏത് വഴിത്തിരിവിലോട്ടാണ് പോകുന്നത്, നമ്മുടെ വിക്രമം വേദ്യം രക്ഷപ്പെടുമോ, മാഷ് വീട്ടിൽ നിന്ന് ജപ്തിയായി വീട്ടിൽ നിന്ന് തെരുവിലോട്ട് ഇറങ്ങേണ്ടി വരുമോ, എല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയാം അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്. ബൈ ബൈ.